ബാക്കിയുള്ള വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന പോലെ ഇതും സ്ക്രോൾ ചെയ്യാനാണ് പ്ലാനെങ്കിൽ നിങ്ങൾ വലിയൊരു നഷ്ടമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്നത്. വെൽക്കം ടു ഡേ 8 ഓഫ് 30 ഡേയ്സ് ഓഫ് സെൽഫ് ലവ് ബിഫോർ ഐ ടേൺ 30. എനിക്ക് ഒരുപാട് റിയലൈസേഷൻ ഉണ്ടായ ഒരു ആക്ടിവിറ്റി എന്ന് ഞാൻ ചെയ്തത് എന്താണെന്നറിയോ? ഞാൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ക്വയറ്റ് ആയിട്ടിരിക്കുന്നത്, ഞാൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അതായത് ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ മിണ്ടില്ല, നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല, നമ്മൾ ജസ്റ്റ് കാം ചെയ്യും, മിണ്ടാതിരിക്കും. എന്നാൽ ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കലായിരുന്നു മെയിൻ ടാസ്ക്. അപ്പോൾ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആരുടെ സഹായം ചോദിച്ചു? നമ്മുടെ ChatGPT. അപ്പോൾ ChatGPT എനിക്ക് കുറച്ച് സിറ്റുവേഷൻസ് തന്നു. ഇതിലേതൊക്കെയാണ് ഞാൻ എക്സ്പ്ലോർഡ് ആവുന്നത്, ഏതൊക്കെയാണ് ഞാൻ ക്വയറ്റ് ആവുന്നതെന്ന് നോക്കാൻ പറഞ്ഞു. ഇതിലെനിക്ക് ഏറ്റവും വലിയ റിയലൈസേഷൻ വന്നത് എവിടെയാണെന്നറിയോ? ക്വയറ്റ് ആവേണ്ട സിറ്റുവേഷനിൽ ഞാൻ എക്സ്പ്ലോർഡ് ആവുകയും എക്സ്പ്ലോർഡ് ആവേണ്ട സിറ്റുവേഷനിൽ ഞാൻ ക്വയറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, ശരിയാണല്ലോ, ഈ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണല്ലോ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ഞാൻ ChatGPTയോട് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചു, ശരിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്, വാട്ട് ഐ ഷുഡ് ആക്ച്വലി ഡു. അപ്പോൾ അതിനുള്ള മറുപടിയും ChatGPT തന്നെ പറഞ്ഞു തന്നു. അങ്ങനെ എനിക്ക് മനസ്സിലായി ചില സിറ്റുവേഷൻസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി ശരിയല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഈ പറഞ്ഞ കാര്യം, ഈ ഒരു ആക്ടിവിറ്റി ഇപ്പം തന്നെ നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത്, പെന്നോ പേപ്പറോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഒന്ന് എഴുതി നോക്ക് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് വാക്കിംഗ് മെഡിറ്റേഷനാണ്. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു സംഭവം? ഞാനും ഈ ഇടയ്ക്കാണ് കേട്ടത്. നമുക്ക് യൂട്യൂബിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ, ഗൈഡഡ് വാക്കിംഗ് മെഡിറ്റേഷനിൽ. ഈ വാക്കിംഗ് മെഡിറ്റേഷനിൽ നമ്മൾ സിമ്പിളായിട്ട് നേച്ചറിൽ നടന്ന് ചെയ്യാവുന്നൊരു മെഡിറ്റേഷനാണ്. ഇതിൽ ഞാൻ വേറൊരു കാര്യം കൂടി ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതെൻ്റെ സെൽഫ് ലവിൻ്റെ ഒരു എക്സ്ട്രീമിറ്റിയാണ്. അതായത് ഞാൻ ഇപ്പോൾ കുറച്ച് വെയിറ്റ് വെച്ചിട്ടുണ്ട്, വണ്ണമുണ്ട് എന്നൊരു ചിന്ത എനിക്ക് പേഴ്സണലി ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ആ ഇൻസെക്യൂരിറ്റി ഒഴിവാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരാളെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ ഉള്ളിൽ, എൻ്റെ ബേബി വളർന്നു വരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് രീതിയിലും ബ്യൂട്ടിഫുൾ ആണ് എന്ന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുവാണ്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഇന്ന് ചെയ്ത് നോക്കണം. ചുമ്മാ നമ്മൾ ഒത്തിരി വീഡിയോസ് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഇത് നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുവാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് തോന്നിയത്, എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.